വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തേർഡ് സെമസ്റ്റർ കോമൺ പേപ്പർ സിഗ്നേച്ചേഴ്സിൽ നിന്ന് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ് ഐ സ്റ്റാൻഡ് വിത്ത് യു എഗെയിൻസ്റ്റ് ദ ഡിസോർഡർ റിട്ടൺ ബൈ ജെനറ്റ് ആംസ്ട്രോങ്. മുമ്പത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജെനറ്റ് ആംസ്ട്രോങ്ങിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജെനറ്റ് ആംസ്ട്രോങ് വാസ് ബോൺ ഓൺ ദി ഒക്കനാഗൻ റിസർവ് ഇൻ ബ്രിട്ടീഷ് കൊളംബിയ. ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒക്കനാഗൻ റിസർവിലാണ് ജെനറ്റ് ആംസ്ട്രോങ് ജനിച്ചത്. ഷീ ഈസ് എ റൈറ്റർ ആൻഡ് ഇൻഡിജിനിയസ് സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് ആൻ എഡ്യൂക്കേഷനിസ്റ്റ്. റൈറ്ററാണ്, എഡ്യൂക്കേഷനിസ്റ്റാണ്. കൂടാതെ തന്നെ തൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു വ്യക്തിയും കൂടിയാണ് ജെനറ്റ് ആംസ്ട്രോങ് എന്ന് പറയുന്നത്. ഷീ ഈസ് എ ഫസ്റ്റ് നാറ്റീവ് വുമൻ നോവലിസ്റ്റ് ഫ്രം കാനഡ. കാനഡയിൽ നിന്നുള്ള ഫസ്റ്റ് നാറ്റീവ് വുമൻ നോവലിസ്റ്റ്, അതായത് ആദിവാസി നോവലിസ്റ്റ് ആണ് ജെനറ്റ് ആംസ്ട്രോങ് എന്ന് പറയുന്നത്. കാനഡയിലെ അബോറിജിനൽ പീപ്പിൾസിനെ കുറിച്ച്, അതായത് ആദിവാസികളെ പറ്റി ജനങ്ങളുടെ ഇടയിൽ പല തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വരുത്താനും അതുപോലെ തൻ്റെ വംശത്തിൽപ്പെട്ടവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടുമായിരുന്നു ജെനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ജീവിതം മുഴുവൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ജെനറ്റിൻ്റെ her main objective in writing was to educate the young people about native culture and history. അവരുടെ എഴുത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ ചെറുപ്പക്കാരെ തൻ്റെ നാറ്റീവ് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി പഠിപ്പിക്കുക എന്നതായിരുന്നു. ആൻഡ് ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹെർ ഹെറിറ്റേജ്. ജെനറ്റ് ആംസ്ട്രോങ് തൻ്റെ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. ആൻഡ് ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹെർ ബ്രൗൺ സ്കിൻ ആൻഡ് നാറ്റീവ് ഫിലോസഫി. അവരുടെ തവിട്ട് നിറത്തിലുള്ള ആ ഒരു തൊലിയിലും ബ്രൗൺ സ്കിന്നിലും അതുപോലെ തന്നെ നാറ്റീവ് ഫിലോസഫി, നാടൻ ചിന്തകളിലും അഭിമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജെനറ്റ് ആംസ്ട്രോങ് എന്ന് പറയുന്നത്. എന്നാൽ വെസ്റ്റേൺ ഫിലോസഫേഴ്സിൻ്റെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാറ്റീവ് ഫിലോസഫിയിൽ നിന്നും അവരുടെ ആ ഒരു തനത് സംസ്കാരത്തിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. യൂറോപ്യൻസും അബോറിജിനൽസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ സ്ഥാപിച്ചെടുക്കാൻ പറ്റുമെന്ന് ജെനറ്റ് ആംസ്ട്രോങ് വിശ്വസിക്കുന്നു. സ്ലാഷ് ഈസ് ഹെർ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേമസ് നോവൽ. ഷീ ഈസ് എ പ്രൊഫസർ ഓഫ് ഇൻഡിജിനിയസ് സ്റ്റഡീസ്. Her research directly contributes to the empowerment of the Okanagan community and other indigenous community. ജെനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ റിസർച്ചുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒക്കനാഗൻ കമ്മ്യൂണിറ്റി അതുപോലെയുള്ള ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയുടെയും എംപവർമെൻറ്റിന് വഴി തെളിയിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മുഴുവനായിട്ട് പറയാൻ പോകുന്നത് ഒക്കനാഗൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് സമ്മറി നോക്കാം. ഐ സ്റ്റാൻഡ് വിത്ത് യു എഗെയിൻസ്റ്റ് ദ ഡിസോർഡർ ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ ആർട്ടിക്കിൾ റിട്ടൺ ഇൻ 2005. In this article, Armstrong points out the destructive effects of global economy. ഗ്ലോബൽ എക്കണോമിയുടെ ഡിസ്ട്രക്റ്റീവ് എഫക്ട്സ്, അതായത് ദൂഷ്യഫലങ്ങളെ കുറിച്ചിട്ടാണ് ആംസ്ട്രോങ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ജെനറ്റ് ആംസ്ട്രോങ് തൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരോടും ഇല്ലാത്തവരോടും ഒക്കെ തന്നെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഐ എം ഫ്രം ദി ഒക്കനാഗൻ, എ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ. ബ്രിട്ടീഷ് കൊളംബിയയുടെ ഭാഗമായിട്ടുള്ള ഒക്കനാഗൻ എന്ന സ്ഥലത്ത് നിന്നാണ് താൻ വരുന്നത് എന്ന രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഒക്കനാഗൻ എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഡ്രൈ ആൻഡ് ഹോട്ട്. വളരെ വരണ്ടതും ചൂടുള്ളതുമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതിന് ചുറ്റുഭാഗവും ദർ ആർ 2 റോക്കി മൗണ്ടൻ റേഞ്ചസ്. ഏതൊക്കെയാണ്? ദ കാസ്കേഡ്സ് ആൻഡ് സെൽ ക്രീക്സ്. നോട്ട് ചെയ്തോളൂ, ദർ ആർ 2 റോക്കി മൗണ്ടൻ റേഞ്ചസ്. 2 വലിയ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഒക്കനാഗൻ എന്ന് പറയുന്നത്. ആ മലനിരകൾ എന്ന് പറയുന്നത് ദ കാസ്കേഡ്സ് ആൻഡ് സെൽ ക്രീക്സ്. ദ മെയിൻ റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ ദർ ലാൻഡ് ഈസ് ദ കൊളംബിയ. അവരുടെ നാട്ടിൽ കൂടിയിട്ട് ഒഴുകുന്ന ഒരു നദിയാണ് കൊളംബിയ നദി. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് അവരുടെ അമ്മയെ കുറിച്ചിട്ടാണ്. ഹെർ മദർ ഈസ് എ റിവർ ഇന്ത്യൻ. അവരുടെ അമ്മ നദീതടവുമായി ബന്ധപ്പെട്ട സംസ്കാരമുള്ള ഒരു സ്ത്രീയാണ്. ദ കെറ്റൽ റിവർ പീപ്പിൾ ആർ ഇൻ ചാർജ് ഓഫ് ദി ഫിഷറീസ്. അവർക്ക് ഫിഷറീസിൻ്റെ ചുമതലയാണ്. അവിടെയുള്ള ജനങ്ങൾക്ക്, ദ കെറ്റൽ റിവർ ജനതയ്ക്കാണ് അവിടെയുള്ള ഫിഷറീസിൻ്റെ ചുമതല. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അച്ഛനെ കുറിച്ചിട്ടാണ്. ഹെർ ഫാദേഴ്സ് പീപ്പിൾ ആർ മൗണ്ടൻ പീപ്പിൾ. ഗിരിവർഗ്ഗക്കാരാണ് മൗണ്ടൻ പീപ്പിൾ. ദേ ഒക്യുപ്പൈഡ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ നോൺ ആസ് ദി ഒക്കനാഗൻ വാലി. ബ്രിട്ടീഷ് കൊളംബിയയിലെ നോർത്തേൺ പാർട്ടിലാണ് അവരുള്ളത്. അറിയപ്പെടുന്നത് ഒക്കനാഗൻ വാലി എന്നാണ്. ഹെർ ഫാദേഴ്സ് പീപ്പിൾ വെർ ഹണ്ടേഴ്സ്. അവർ നായാട്ടുകാരാണ്. സ്വാഭാവികമായിട്ടും മക്കൾ അച്ഛൻ്റെ സൈഡിലോട്ടാണ് ഉണ്ടാകേണ്ടത് അല്ലേ? എന്നാൽ ജെനറ്റ് ആംസ്ട്രോങ് പറയുന്നു തനിക്ക് റിവർ ഇന്ത്യൻസിനോട് ഒരുപാട് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ന്.
When she introduced herself to her own people in her own language, she said these things because it tells them how her responsibilities and her goal. ജനറ്റ് ആംസ്ട്രോങ് തൻ്റെ സ്വന്തം ഭാഷയിൽ തൻ്റെ ആളുകളോട് സംസാരിക്കുന്ന സമയത്തും ഈ രീതിയിൽ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഐ എം ഫ്രം ദി ഒക്കനാഗൻ, എ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് തുടങ്ങിയിട്ട് തന്നെയാണ്. കാരണം എന്താ, ഇതൊക്കെ അവർക്ക് അറിയാവുന്ന കാരണമാണ്. എന്നിരുന്നാലും ബിക്കോസ് ഇറ്റ് ടെൽസ് ദം ഓഫ് ഹെർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹെർ ഗോൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ ഗോൾസും എല്ലാം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അവൾ പറയുന്നത്. ഒക്കനാഗൻസ് അവരെക്കുറിച്ച് പറയാറുള്ളത് ഞങ്ങൾ ഒക്കനാഗൻ ജനത എന്നാണ്. ഈ ഒരു വേർഡിനെ ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അതിന് ഒരുപാട് ഇന്നർ മീനിങ്സ് ഉണ്ട്. When they say Okanagan, they are saying that they are dream and land together. തങ്ങൾ ഒക്കനാഗൻ ആണ് എന്ന് അവർ പറയുന്ന സമയത്ത് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഡ്രീം ആൻഡ് ലാൻഡ് ടുഗെദർ, സ്വപ്നവും ഭൂമിയും ഒരുമിക്കുന്നതാണ് ഞങ്ങൾ എന്നാണ് അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. ദേ ആർ ലിവിങ് ഡ്രീമിങ് എർത്ത് പീസസ്, ജീവിക്കുന്ന സ്വപ്നം കാണുന്ന ഭൂമിയുടെ കഷ്ണങ്ങളാണ് ഒക്കനാഗൻസ്. ഡ്രീം ഈസ് ദ ക്ലോസസ്റ്റ് വേർഡ് ഫോർ ദി ഒക്കനാഗൻ. ഒക്കനാഗനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടുത്തൊരു വേർഡ് എന്ന് പറയുന്നത് അത് ഡ്രീമാണ്. നമ്മളൊക്കെ കാണുന്ന പോലെ വെറുതെ കാണുന്ന ഒരു ഡ്രീം അല്ല, ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ഡ്രീം. ഇറ്റ് മീൻസ് ദ അൺസീൻ പാർട്ട് ഓഫ് ദെയർ എക്സിസ്റ്റൻസ് ആസ് ഹ്യൂമൻ ബീങ്സ്. നോട്ട് ചെയ്തോളൂ, ദ അൺസീൻ പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ് ആസ് ഹ്യൂമൻ ബീങ്സ്. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം മനുഷ്യനായുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കാണാത്ത പാർട്ട്, കാണാത്ത ഭാഗം എന്നാണ്. അത് മേ ബി എന്തൊക്കെയാകാം? ഇറ്റ് മേ ബി ദ മൈൻഡ്, ദ സ്പിരിറ്റ് ഓർ ദ ഇൻ്റലക്റ്റ്. വി ആർ മൈൻഡ് ആസ് വെൽ ആസ് മാറ്റർ. വി ആർ ഡ്രീം, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഞങ്ങൾ എന്തൊക്കെയാണ്? അതൊരു പക്ഷെ മനസ്സാകാം. മനുഷ്യൻ, നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ പാർട്ടിൽ കാണാത്തൊരു സംഭവമാണ് മനസ്സ്, ആത്മാവ്, ബുദ്ധി, ഇതൊക്കെ ആകാം. അതുപോലെ ഞങ്ങളുടെ മനസ്സും ശരീരവും ഉള്ളവനാണ് നമ്മൾ. സ്വപ്നമാണ്, ഓർമ്മയാണ്, ഭാവനയാണ് എന്നൊക്കെയാണ് ജനറ്റ് ആംസ്ട്രോങ് ഒക്കനാഗൻസിനെ സംബന്ധിച്ചിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഒക്കനാഗൻ എന്ന വേർഡിൻ്റെ അനദർ മീനിങ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഡ്രീമുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു അല്ലേ? ദേ ആർ ഡ്രീം ആൻഡ് ലാൻഡ് ടുഗെദർ. ആ ഒരു ഡ്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അൺസീൻ പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ് ആസ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ഇതുവരെ കാണാത്ത അൺസീൻ പാർട്ട് എന്നാണ്. ഇറ്റ് മേ ബി ദ മൈൻഡ്, ദ സ്പിരിറ്റ് ഓർ ദി ഇൻ്റലക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ നെക്സ്റ്റ് മീനിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ തലമുടിയുടെയോ അല്ലെങ്കിൽ ഒരു നൂലിൻ്റെയോ കുറച്ച് ഈ എടുത്തിട്ട് കയ്യിലിട്ട് തിരുമ്മി നോക്കുന്ന സമയത്ത് അവ യോജിപ്പിക്കുമ്പോൾ അവ എന്തായി മാറും? യെസ്, ഒരു ശക്തിയുള്ള കട്ടിയുള്ള നൂലായിട്ട് മാറുന്നു അല്ലേ? ദ ബിക്കം വൺ സ്ട്രാൻഡ്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഒക്കനാഗൻ എന്ന വേർഡും. ദിസ് വേർഡ് റെഫർ ടു ആസ് ബീങ് ടൈഡ് ഇൻ ടു എവറിത്തിങ് എൽസ്. അതുപോലെ ഈ വാക്കും മറ്റുള്ള എല്ലാമായി കണക്റ്റഡ്, ബന്ധിപ്പിക്കുന്നു. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡ്രീം പാർട്ട് ഓഫ് അവർ സെൽവ്സ് ഫോമിങ് അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ ഭാഗമാണ്, നമ്മുടെ പാർട്ടാണ് ഈ ഒരു ഡ്രീം, സ്വപ്നം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ എല്ലാ ജീവജാലങ്ങളും പരിസ്ഥിതിയുമായിട്ട് വളരെ കണക്റ്റഡ് ആണല്ലേ? ആൻഡ് ജനറ്റ് ആംസ്ട്രോങ് പറയുന്നു, ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളും പരിസ്ഥിതിയുമായിട്ടുള്ള ഒരു ഡീപ്പ് കണക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് 4 മെയിൻ കപ്പാസിറ്റീസ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. What are the 4 main capacities that operate together when the Okanagan speaks of themselves as individual? ഒക്കനാഗന് തങ്ങളെപ്പറ്റി ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 4 മെയിൻ കപ്പാസിറ്റീസ് ഏതൊക്കെയാണ്? They are the physical self, the emotional self, the thinking intellectual self and the spiritual self. ആ ഒരു 4 മെയിൻ കപ്പാസിറ്റീസ്. ഫിസിക്കൽ സെൽഫ് എന്ന് പറയുമ്പോൾ യെസ്, ശരീരം. ഇമോഷണൽ സെൽഫ്, വികാരം. ദ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ് എന്ന് പറയുമ്പോൾ ചിന്തയും ബുദ്ധിയും. ആൻഡ് ദ സ്പിരിച്വൽ സെൽഫ്, ആത്മാവ്. ഈ ഒരു 4 കാര്യങ്ങളുടെ പ്രത്യേകത, ഈ 4 കാര്യങ്ങളും ദ 4 സെൽഫ് ജോയിൻ ആസ് ടു ദ റെസ്റ്റ് ഓഫ് ക്രിയേഷൻ. ഈ 4 കാര്യങ്ങളും നമ്മെ റെസ്റ്റ് ഓഫ് ക്രിയേഷൻ, മറ്റു സൃഷ്ടികളുമായിട്ട് യോജിപ്പിക്കുന്നു എന്നാണ് ഒക്കനാഗൻസ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ഒക്കനാഗൻ സ്പീക്സ് ഓഫ് അവർ സെൽഫ് ആസ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളെന്ന നിലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ് 4 മെയിൻ കപ്പാസിറ്റീസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു 4 മെയിൻ കപ്പാസിറ്റീസ് പറഞ്ഞിരുന്നു അല്ലേ? അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ സെൽഫ് എന്നായിരുന്നു. അതായത് ബോഡി, ശാരീരികപരമായിട്ടുള്ള ഒരു സംഭവം.
ആൻഡ് ഇനി പറയാൻ പോകുന്നത് ഒക്കനാഗൻസ് റിലേറ്റഡ് വിത്ത് ദെയർ ബോഡി. ഹൗ ഡു ദ ഒക്കനാഗൻ ട്രീറ്റ് ദ ബോഡി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ രീതിയിലാണ് നോക്കാം. ഒക്കനാഗൻസ് ടീച്ച് ദാറ്റ് ദ ബോഡി ഈസ് എർത്ത് ഇറ്റ് സെൽഫ്. ഒക്കനാഗൻസ് അവരുടെ മക്കളെ പഠിപ്പിച്ചിരുന്നത് ദ ബോഡി ഈസ് എർത്ത് ഇറ്റ് സെൽഫ്, ശരീരം ഭൂമി തന്നെയാണ് എന്ന രീതിയിലാണ്. ആൻഡ് ദ ഒക്കനാഗൻ ട്രീറ്റ് ദ ബോഡി ആസ് സെക്രഡ്. ഒക്കനാഗൻ ശരീരത്തെ വളരെ പവിത്രമായി കരുതുന്നു. ഇറ്റ് ഈസ് ദ കോർ ഓഫ് ദെയർ ബീയിങ് വിച്ച് പെർമിറ്റ്സ് ദ റെസ്റ്റ് ഓഫ് ദ സെൽഫ് ടു ബി. അസ്തിത്വത്തിൻ്റെ കേന്ദ്രമാണത്. മറ്റെല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഒരു വ്യക്തിയെ മനുഷ്യനാക്കുന്നത് ബോഡി ആണ്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സമ്മാനമായാണ് അതിനെ കണക്കാക്കുന്നത്. ബോഡി എന്ന അർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ദ ലാൻഡ് ഡ്രീമിംഗ് കപ്പാസിറ്റി. They consider it as the great gift of their existence. Their word for body means their land dreaming capacity. നോട്ട് ചെയ്തോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വൺ, ദ ഇമോഷണൽ സെൽഫ് ഈസ് ദാറ്റ് വിച്ച് കണക്ട് ടു ഓദർ പാർട്ട് ഓഫ് അവർ ലാർജർ സെൽഫ് അറൗണ്ട് അസ്. നമുക്ക് വികാരം നമ്മുടെ ചുറ്റുപാടുമുള്ള വലിയ കാര്യങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നു അല്ലേ. വി യൂസ് എ വേർഡ് ദാറ്റ് ട്രാൻസ്ലേറ്റ് അസ് ഹാർട്ട്. ഒക്കനാഗൻസ് ഇമോഷണൽ സെൽഫിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു പദം ഹാർട്ട്, ഹൃദയം എന്നാണ്. കാരണം ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഫോം ബോൺസ് വിത്ത് പെർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് അവർ സറൗണ്ടിങ്സ്. വി സേ ദാറ്റ് വി ആസ് പീപ്പിൾ സ്റ്റേ കണക്റ്റഡ് ടു ഈച്ച് അതർ, അവർ ലാൻഡ് ആൻഡ് ഓൾ തിങ്സ് ബൈ അവർ ഹാർട്ട്. അതായത് നമ്മുടെ ഹൃദയം വഴിയാണ് മറ്റുള്ളവരായിട്ട്, നമ്മുടെ ഭൂമിയായിട്ടും മറ്റുള്ള കാര്യങ്ങളുമായിട്ടും എല്ലാം നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹാർട്ട് എന്നുള്ളൊരു മീനിങ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ദ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ്. ചിന്താപരമായ ബുദ്ധിക്ക് തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ് എന്നല്ല ഒക്കനാഗൻസ് പറയാറുള്ളത്. അവർ പറയുന്നത് ദ സ്പാർക്ക് ദാറ്റ് ഇഗ്നൈറ്റ്സ് എന്നാണ്, ജ്വലിപ്പിക്കുന്ന തീപ്പൊരി എന്ന് മീനിങ്. This means the other capacities we engage in when we take action are directed by the spark of memory once it is ignited. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ജ്വലിക്കുന്ന ഓർമ്മയുടെ ഒരു തീപ്പൊരിയാണ് ദ സ്പാർക്ക് ഓഫ് മെമ്മറി വൺസ് ഇറ്റ് ഈസ് ഇഗ്നൈറ്റഡ് എന്നാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒക്കനാഗൻ എന്നുള്ള വേർഡ് പറഞ്ഞ സമയത്ത് ഡ്രീം ആൻഡ് ലാൻഡ് ടുഗെദർ എന്ന അർത്ഥം പറഞ്ഞു അല്ലേ. അതുപോലെ ബോഡി എന്ന് പറഞ്ഞ സമയത്ത് ദ ലാൻഡ് ഡ്രീമിങ് ആൻഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു. അതുപോലെ ദ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ് എന്ന് പറഞ്ഞ സമയത്ത് ദ സ്പാർക്ക് ദാറ്റ് ഇഗ്നൈറ്റ്സ് എന്നുള്ള മീനിങ് ഒക്കെ കണ്ടു. ഇവിടെ സത്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒക്കനാഗൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഫീലിങ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന ആ വേർഡ്സിനോട് ചേർന്നിട്ടുള്ള വേർഡ്സാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ട്രഡീഷണൽ ഒക്കനാഗൻ മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഒക്കനാഗൻസിൻ്റെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ജോയിനായിട്ട് വളരെ ഡിസിപ്ലിനോടെ ചെയ്യണമെന്നാണ്. പിന്നെ പറയുന്നത് ആ ഒരു 4 മെയിൻ കപ്പാസിറ്റി ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം എന്നതാണ്. അതില്ലെങ്കിൽ ഇഫ് ഇറ്റ് ഡോണ്ട് ജോയിൻ ദ തിങ്കിങ് കപ്പാസിറ്റി ടു ദ ഹാർട്ട് സെൽഫ്, ഇറ്റ് ഈസ് പവർ ക്യാൻ ബി ഡിസ്ട്രക്റ്റീവ് ടു അവർ സെൽഫ് ആൻഡ് others ലൈക്ക് എ ഫയർ. അതായത് ഇപ്പോൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള കഴിവുകൾ തിങ്കിങ് കപ്പാസിറ്റി ഹാർട്ട് സെൽഫിനോട്, അതായത് ഹൃദയവികാരങ്ങളുമായിട്ട് ശരിക്കും കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളും നമ്മുടെ ഭാവി തലമുറയും അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അങ്ങനെ അത് എങ്ങനെയായിട്ട് മാറും? എ ഫയർ ദാറ്റ് ഈസ് നോട്ട് കൺട്രോൾഡ് ക്യാൻ ഡിസ്ട്രോയ്. നിയന്ത്രണമില്ലാത്ത കത്തുന്ന തീ പോലെ എല്ലാം കത്തി ചാമ്പലാകുന്നത് പോലെ ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ആ 4 മെയിൻ കപ്പാസിറ്റി ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ഇവരുടെ ആ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ മെത്തേഡ് എന്നും പറയുന്നത്. പിന്നെ പഠിപ്പിക്കുന്നത് ദാറ്റ് ഈച്ച് പേഴ്സൺ ഈസ് ബോൺ ഇൻ ടു എ ഫാമിലി ആൻഡ് എ കമ്മ്യൂണിറ്റി. ദ ആക്ഷൻസ് ഓഫ് എനി ഇൻഡിവിജ്വൽ എഫക്റ്റ് ബോത്ത് ദ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. ഓരോരുത്തരും ജനിക്കുന്നത് ഓരോ കുടുംബത്തിലും സമൂഹത്തിലുമാണ്. ഒരാളുടെ പ്രവൃത്തി അതിപ്പോൾ നല്ലതായാലും ചീത്തതായാലും അത് ആ കുടുംബത്തെയും ആ സമൂഹത്തെയും തന്നെ ബാധിക്കും. മറ്റുള്ളവരുമായി ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അതൊരു ലൈഫ് ലെസ്സാണ്, ജീവിച്ചവമായിട്ട് മാറുകയാണ്. ആൻഡ് വിത്തൗട്ട് എ ഫാമിലി ആൻഡ് എ കമ്മ്യൂണിറ്റി വൺ ഫോൾസ് എ പാർട്ട്. കുടുംബവും സമൂഹവും ഇല്ലാതെ ആർക്കും നിലനിൽക്കാനാവുകയില്ല എന്നും പഠിപ്പിക്കുന്നു. നെക്സ്റ്റ് പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടാണ്. മറ്റെല്ലാത്തിനെ പോലെയും റിലേഷൻഷിപ്പിനും ഒരു മീനിങ് ഉണ്ട്. അവർ വൺ സ്കിൻ, നമ്മുടെ ഒരു തൊലി. ദാറ്റ് മീൻസ് വി ഷെയർ നോട്ട് ഓൺലി പ്ലേസ് ബട്ട് ദർ ഈസ് എ ഫിസിക്കൽ ടൈപ്പ്. നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു സ്ഥലം മാത്രമല്ല, അതിനുപരി ശാരീരികമായിട്ടും ഒരു ബന്ധമുണ്ട് എന്നാണ്.
ആ ബന്ധം എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ കണക്ട് ആസ് ടു ദ പാസ്റ്റ് ജനറേഷൻസ് ആൻഡ് ദ ജനറേഷൻസ് ടു കം. അത് ഭാവി തലമുറയും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ തലമുറയും എല്ലാം കൂട്ടി യോജിപ്പിക്കുന്നു, കണക്റ്റഡ് ആണ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് അവർ മോസ്റ്റ് സീരിയസ് ടീച്ചിങ് ഇസ് ദാറ്റ് കമ്മ്യൂണിറ്റി കംസ് ഫസ്റ്റ്. നോട്ട് ചെയ്തോളൂ. ദെൻ ഫാമിലി ആൻഡ് ദെൻ അവർ സെൽഫ് ആസ് ഇൻഡിവിജ്വൽസ്. അവർ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് ഫസ്റ്റ് കമ്മ്യൂണിറ്റി, ദെൻ ഫാമിലി, ആൻഡ് പിന്നെ മാത്രമേ ഉള്ളൂ എന്ത്, നമ്മൾ എന്ന വ്യക്തികൾ വരുന്നത് എന്നാണ്. വിത്തൗട്ട് കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി വി ആർ ട്രൂലി നോട്ട് ഹ്യൂമൻ. സമൂഹവും കുടുംബവും ഇല്ലാതെ നമ്മൾ ഒരിക്കലും മനുഷ്യരാകുന്നില്ല. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കണ്ടിരുന്നു, ഒക്കനാകനായതുകൊണ്ട് തന്നെ ജെനറ്റ് ആംസ്ട്രോങ്ങിനെ സംബന്ധിച്ചിടത്തോളം താൻ കാണുന്ന എല്ലാത്തിനോടും എല്ലാവരോടും തനിക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നു എന്നുള്ളത് അല്ലേ. അത് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സമ്മറി കേട്ട് കഴിഞ്ഞപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതെന്തൊക്കെയാണ്, അവരവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ മെത്തേഡും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന ആ ഒരു ബന്ധവും എല്ലാം തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫൈനലി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.